ജനുവരി 25 നമുക്ക് പരസ്പരം വേണ്ടത് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ആരംഭിക്കുന്നത്. മൂന്നാം പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലേഖനത്തിലെ കാര്യമാണ്. വളരെയധികം ആത്മീയത നിലനിൽക്കുന്ന ഒരു മദ്യാസക്തനെ ഏറ്റവും കൂടുതൽ അയാളുടെ വ്യക്തിത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളാൻ കൂടി സഹായിക്കുന്ന ഒന്നായി മാറുന്ന ഒന്നാണ് മൂന്നാം പാരമ്പര്യം. ഒരാൾ 7 അംഗമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് എനിക്കുമുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള മനുഷ്യർക്കും ഉണ്ട്. അവരേതൊക്കെ രീതിയിലുള്ള ആളുകളായിക്കഴിഞ്ഞാലും, അവരുടെ ജീവിത നിലവാരം എങ്ങനെ ആയിക്കഴിഞ്ഞാലും, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അയാൾ 7 അംഗമാണ് എന്ന് പറയുമ്പോൾ അയാളെ 7 അംഗമായിട്ട് കരുതാൻ, അയാളെ 7 അംഗമായിട്ട് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവേണ്ടതുണ്ട്. അവിടെ യാതൊരു തരത്തിലുമുള്ള വിലയിരുത്തൽ നടത്താനും എനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങും എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മനുഷ്യർക്കും തുല്യമായ അധികാരമാണെന്ന് പറയുമ്പോൾ ആദ്യമൊന്നും ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ലായിരുന്നു. കാരണം ഇത് എല്ലാ തരത്തിലും ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ഒരു ശിക്ഷ വേണ്ട, അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക, അവരെന്താ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ നിരവധിയായ കംപ്ലൈൻറ്റുകളും അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും അവരെയൊക്കെ പുറത്താക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുകയൊക്കെ വേണം എന്നൊക്കെ നമ്മൾ പറയും. ഏതൊരു സംഘടനയിലുള്ള പോലെയാണ് ഏതൊരു കാര്യങ്ങളിലും എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നത്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയത വളരെ വ്യത്യസ്തമാവുകയും ആ ആത്മീയതയിലൂടെ എനിക്ക് പഠിപ്പിച്ചിരുന്ന പാഠവും അത് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെയധികം സഹായകരമാകുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ജീവിതം അനിയന്ത്രിതമായി എന്ന് തിരിച്ചറിയുന്ന ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ജീവിതം അനിയന്ത്രിതമായത്? ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെയും ആളുകളെയും അവരായി ഉൾക്കൊള്ളാൻ പലപ്പോഴും ഞാനെന്ന മദ്യാസക്തന് സാധിച്ചിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ ഒരു പാരമ്പര്യം ഞാൻ പാലിക്കാൻ തയ്യാറാകുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നു വരുന്ന മറ്റംഗങ്ങൾ, ആ മറ്റംഗങ്ങളെ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ഞാൻ കണക്കാക്കാനും പ്രാഥമിക ഉദ്ദേശം എനിക്ക് ആ സഹോദരൻ്റെ അടുത്ത് കിട്ടേണ്ടത് മദ്യരഹിതമായിരിക്കാനായിട്ട് എടുക്കുന്ന മാർഗങ്ങൾ, അതിലാവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അയാളുടെ വിലയിരുത്തലുകൾ നടത്താനോ അയാൾ ഏതൊക്കെ രീതിയിൽ പോകുന്ന ആളാണ്, അയാൾ സ്വവർഗാനുരാഗിയായിരിക്കാം, അയാളുടേതായിട്ടുള്ള വേറെ പല പരിപാടികൾക്കും ചെയ്യുന്ന ആളായിരിക്കാം, ആളുകളെ പറ്റിക്കുന്ന ആളുകളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തുന്ന ആളുകളായിരിക്കാം, പല രീതിയിലുണ്ടാവും മനുഷ്യർ. അതൊന്നും വിലയിരുത്താനോ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനോ ഞാൻ ആളല്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കേണ്ടത് എന്താണ്? മദ്യരഹിതമായ സുബോധാവസ്ഥയ്ക്കായിട്ട് അദ്ദേഹം എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്, അതിലെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുമോ, ഇത്രയും കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ആ പരസ്പരം വേണ്ടത് എന്താണ് അത് മാത്രം എടുക്കുക, അല്ലാത്തതിനും അവിടെ വിടുക. അപ്പോൾ വളരെയധികം ആളുകൾ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാവണം, അല്ലെങ്കിൽ എന്നോട് യോജിപ്പുള്ള ആളുകളോട് മാത്രം പ്രവർത്തിക്കുന്ന ഗോത്രീയ മനോഭാവത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ അനുകൂലിക്കാത്ത ആളുകളുമായിട്ട് ഒരു തരത്തിലും യോജിപ്പില്ല. ഏതെങ്കിലും തരത്തിൽ എന്നെ കളിയാക്കുകയോ എന്നോട് വല്ലതും പറഞ്ഞോ മറ്റുള്ളവരെ കണ്ടുകൂടാ, അവരെ തോൽപ്പിക്കാൻ ഇപ്പുറത്തുള്ള ആൾക്കാരോടൊപ്പം ചേർന്ന് ഗ്രൂപ്പ് തിരിക്കുക, അവരുടെ അപവാദങ്ങൾ പറയുക, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അവർക്കെതിരെ വേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ആളാവാൻ നോക്കുക. ഇത്തരത്തിലുള്ള ഇത്തരം ഗോത്രീയ പരിപാടികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു മീറ്റിങ്ങിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളതെല്ലാം മാറുന്നു. അതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മൂന്നാമത്തെ പാരമ്പര്യം. മദ്യാസക്തർ തമ്മിലുള്ള ആകെയുള്ള ബന്ധം മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അയാളുടെ വ്യക്തിഗതമായിട്ടുള്ള സ്വഭാവങ്ങളോ ഭക്തി ശീലങ്ങളോ ഇതൊന്നും എന്നെ ബാധിക്കുന്നതോ ഞാൻ ശരിയാക്കി എടുക്കേണ്ടതോ അല്ല. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒരാൾ മീറ്റിങ്ങിൽ പറയുമ്പോൾ അതിനെ നമ്മൾ ക്രോസ് ഷെയർ ചെയ്യുക, അയാളെ നമ്മളെപ്പോലെ ആക്കി തീർക്കാനൊന്നും നമ്മൾ ശ്രമം നടത്തേണ്ടതില്ല എന്ന് പറയാറുണ്ട്. ഒരിക്കലും നമുക്കത് സാധ്യമല്ല. അവിടെ നമ്മൾ പലപ്പോഴും സംഘർഷത്തിലാവും. ഏതെങ്കിലും ആളുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുമ്പോൾ അവരെ ശരിയാക്കിയെടുക്കാൻ നമ്മൾ സ്വയം കരുതുകയാണ് അവർക്ക് നമ്മളെന്തൊക്കെയോ മറുപടി കൊടുത്തു എന്നൊക്കെ. സത്യത്തിൽ നമ്മളെ തന്നെ പ്രഹരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയും, നമ്മുടെ ഒബ്സഷൻ വല്ലാതെ കൂടും. അവിടെയാണ് പ്രോഗ്രാം പറയുന്നത്, ഇത്തരം പരിപാടിക്ക് നിൽക്കണ്ട, മൂന്നാം പാരമ്പര്യത്തെ വളരെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് നീ തയ്യാറാവുക, നീ നിന്റെ പരിശോധനയിലേക്ക് തിരിച്ചു വരിക, നീ നിന്റെ സഹോദരനെ ഏതൊക്കെ തരത്തിലാണ് വിലയിരുത്താനായിട്ട് ശ്രമിക്കുന്നത്, അവിടങ്ങളിലൊക്കെ നീ ഉയർന്നു നിൽക്കുന്നതാണ്, നിനക്ക് മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ കൂടുതലുണ്ട് എന്നുള്ള
തോന്നലുകൾ കടന്നു വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പറയുന്ന മൂന്നാം പാരമ്പര്യത്തെ കൃത്യമായിട്ട് പാലിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. പരസ്പരം വേണ്ടത് എന്താണെന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കാനായിക്കൊണ്ട് പറയുന്ന അറ്റങ്ങളോട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.